ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് നമഃ ശിവായയുടെ കൂടെ ഈ ഒരക്ഷരം ചേർത്ത് ഉരുവിട്ടാൽ എന്തും സാധ്യമാണ്, ശിവഭഗവാൻ എന്തും സാധിച്ചു തരും. ഇത് സർവ ധനവശ്യമാണ്, രാജവശ്യമാണ്, ജനവശ്യമാണ്, സർവവശ്യമാണ്, ശത്രുവശ്യമാണ് എന്ന് വേണ്ട. ശത്രുദോഷം, ശനിദോഷം, ശാപദോഷം, ആഭിചാരദോഷം, കർമ്മദോഷം എല്ലാ ദോഷങ്ങളെയും ശിവഭഗവാൻ മാറ്റിത്തരും. ലോകവശ്യമാണ്, സർവധനവശ്യമാണ്. ഏറ്റവും ഭഗവാന്റെ സൂക്ഷ്മമായ ശിവഭഗവാന്റെ വിദ്യയാണ്. ഏതൊരാൾക്കും ചെയ്യാം, എവിടെ ഇരുന്നും ചെയ്യാം. ഇത് ചെയ്യുന്നത് വേറെ ആരും അറിയത്തുമില്ല. അങ്ങനെയുള്ള വളരെ രഹസ്യമായ ഒരു വിദ്യയാണ് പറഞ്ഞു തരുന്നത്. ഇത് ആര് ചെയ്യുന്നു, ആരുമായിക്കോട്ടെ, ഏതു വ്യക്തിയുമായിക്കോട്ടെ, ഇത് ചെയ്യുന്ന ആൾ, ആ ആളുടെ ഏതൊരാഗ്രഹവും ശിവഭഗവാൻ സാധിച്ചു കൊടുക്കും. ഇതറിയാൻ പറ്റുന്നതും ഇത് കേൾക്കാൻ പറ്റുന്നതും ഇത് ചെയ്യാൻ പറ്റുന്നതും ശിവഭഗവാന്റെ അനുഗ്രഹമുള്ളവർക്കേ സാധിക്കത്തുള്ളൂ. അപ്പം ഞാൻ ഭഗവാനിൽ തന്നെ പൂർണ്ണമായിട്ട് സ്മരിച്ചുകൊണ്ട് ആ വിദ്യ പറഞ്ഞു തരികയാണ്. നിങ്ങൾ ശരിയായിട്ട് മനസ്സിലാക്കുക, ശരിയായിട്ട് ചെയ്യുക, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുക. ശിവവിദ്യകളെല്ലാം നല്ല നന്മയുടെ കാര്യങ്ങളാണ്. അത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം പ്രയോജനപ്പെടുത്തുക. ഭഗവാന്റെ പാദങ്ങൾ സ്മരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു തരികയാണ്. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരാം. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. അതും വളരെ കുറച്ച് വർക്കുകൾ മാത്രമേ എടുക്കുന്നുള്ളൂ. ഞാൻ സമയമെടുത്താണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ചെയ്യാനുണ്ടെങ്കിൽ വാട്സപ്പ് ഇടുക, ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും. പെൻഡിങ് വർക്കുകൾ കുറേ കൂടിയുണ്ട്, എല്ലാം ചെയ്തു വരുന്നേ ഉള്ളൂ. അതുകൊണ്ട് കുറച്ച് വർക്കുകൾ മാത്രമേ എടുക്കുന്നുള്ളൂ. പിന്നെ നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല. സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ. ഇനിയും വിഷയത്തിലേക്ക് വരികയാണ്. ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങൾക്കിത് ആര് കാണുന്നു അവർക്കെല്ലാം ജീവിതത്തിൽ പ്രയോജനപ്പെടും. ഒരാളുടെ സഹായമില്ലാതെ, ഒരാളുടെ സഹായമില്ലാതെ, ഒരു രൂപ പോലും മുടക്കാതെ നിങ്ങളുടെ ഏത് കാര്യവും നേടിയെടുക്കാം. എന്തും നല്ല, നിങ്ങൾക്ക് ജീവിതത്തിൽ ഉയർച്ചയ്ക്ക് വേണ്ട നല്ല കാര്യങ്ങൾ, നിങ്ങൾക്ക് വേണ്ട ഏതു കാര്യവും ഭഗവാൻ നിങ്ങൾക്ക് നടത്തി തരും. അത്ര രഹസ്യമായ വിദ്യയാണ് ഇത്. നിങ്ങൾക്ക് ഇതുപോലെ ആരും പറഞ്ഞു തരത്തില്ല. ഒരിക്കലും ഇതുപോലെ ആരും പറഞ്ഞു തരാത്ത ഒരു കാര്യമാണ് ഇത്. നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ, നിങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ എന്നെ ചിന്തിക്കേണ്ട, ഭഗവാൻ ശിവന് നന്ദി പറയുക. ഭഗവാന്റെ അനുഗ്രഹമുള്ളവർ മാത്രമേ ഇത് അറിയത്തുള്ളൂ, ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ ഭഗവാനെ തന്നെ സ്മരിച്ചുകൊണ്ട് ഇത് പറയുകയാണ്. എല്ലാം ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ടാണ് പറഞ്ഞു തരുന്നത്. ഈ വിദ്യ ചെയ്യേണ്ടത് രാവിലെ നിങ്ങൾ കിഴക്കോട്ടിരുന്ന് ഒരു പുൽപ്പായിലിരുന്ന് കയ്യും കാലും മുഖവും കഴുകിയിട്ട്, അപ്പോൾ ഈ പുൽപ്പായിലിരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ കസേരയിലിരുന്നാലും കുഴപ്പമൊന്നുമില്ല, ഒരു കുഴപ്പമില്ല. അപ്പോൾ കിഴക്കോട്ടിരിക്കുക, ഇരുന്നു നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ശിവലിംഗം ധ്യാനിക്കുക. ആ ശിവലിംഗത്തിന് ചുറ്റും നിങ്ങൾ ഞാനീ പറയുന്ന ഒരു മന്ത്രം മനസ്സിൽ ജപിച്ചുകൊണ്ട് ചുറ്റും ധ്യാനിക്കുക. ചുറ്റും നിങ്ങൾ ആ വിഗ്രഹത്തിന്, ശിവലിംഗത്തിന് ചുറ്റും നിങ്ങൾ ഒരു കറങ്ങുന്ന പോലെ വിഗ്രഹത്തിന് ചുറ്റും മനസ്സുകൊണ്ട് ചുറ്റി ഈ മന്ത്രം മനസ്സിൽ ചൊല്ലുക. ഹൃദയത്തിൽ ഒരു ശിവലിംഗം ധ്യാനിക്കുക. എല്ലാം സങ്കല്പമാണ്. കണ്ണ് തുറന്ന് ഇത് ചെയ്യാം. കണ്ണടയ്ക്കേണ്ട ഒരു സമയമുണ്ട്, അപ്പം ഞാൻ പറഞ്ഞുതരാം. കണ്ണ് തുറന്നു ഹൃദയത്തിൽ ഒരു ശിവലിംഗം ധ്യാനിച്ച് ആ ശിവലിംഗത്തിന് ചുറ്റും മനസ്സുകൊണ്ട് വലം വയ്ക്കുക. അപ്പോൾ ഏത് മന്ത്രം ജപിക്കണം? ക്ലീം നമ ശിവായ ക്ലീം, ക്ലീം നമ ശിവായ ക്ലീം, ക്ലീം നമ ശിവായ ക്ലീം. ഈ ക്ലീം എന്ന ഈ ബീജാക്ഷരം ആദ്യവും അവസാനവും ചേർക്കണം. അതാണ് ഈ വിദ്യയുടെ രഹസ്യം. ക്ലീം നമ ശിവായ ക്ലീം. ഇത് മനസ്സിൽ ജപിച്ചുകൊണ്ട് കണ്ണ് തുറന്നുകൊണ്ട് ഹൃദയത്തിൽ ഒരു ശിവലിംഗം ധ്യാനിച്ച് അതിനു ചുറ്റും മനസ്സുകൊണ്ട് നിങ്ങൾ വലത് വയ്ക്കുക. വലത് വെച്ച് ഒരു മിനിറ്റ് ഇത് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു അരമിനിറ്റെങ്കിലും ചെയ്യുക. ചെയ്ത ശേഷം 1 മിനിറ്റോ അരമിനിറ്റോ ഇങ്ങനെ മനസ്സിൽ, വാഗൊണ്ടല്ല, ചുണ്ടനക്കരുത്, മനസ്സിലാണ് ജപിക്കേണ്ടത്. അങ്ങനെ ജപിച്ച ശേഷം കണ്ണടച്ച് ഉള്ളിലുള്ള ആ ശിവലിംഗം ധ്യാനിച്ചിരിക്കുക. പിന്നെ ഒന്നും ജപിക്കേണ്ട. അങ്ങനെ ഒരു
അരമിനിറ്റോ 1 മിനിറ്റോ ചെയ്യുക. ഇത്രയും മാത്രം ചെയ്താൽ മതി. എന്നിട്ട് ഇത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുവാണെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നിമിഷം കൊണ്ട് തന്നെ അറിയാൻ പറ്റും. നിങ്ങൾ വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ അന്ന് ജോലിക്ക് പോകുമ്പോൾ നിങ്ങളോട് അതുവരെ നിങ്ങളെ അറിയാം, എന്തായാലും കണ്ടാൽ വലിയതായിട്ട് മൈൻഡ് ചെയ്യാത്ത മിണ്ടാത്തൊരു നിങ്ങളോട് ഇങ്ങോട്ട് കയറി മിണ്ടും, ഇങ്ങോട്ട് കയറി വിഷു ചെയ്യും. നിങ്ങൾക്കൊരു ആകർഷണീയത ഉണ്ടാകും. നിങ്ങൾക്കത് അപ്പം തൊട്ട് അനുഭവിച്ചറിയാൻ പറ്റും. അപ്പോൾ മനസ്സിലാക്കിക്കോണം, നിങ്ങൾ ചെയ്തത് ശരിയായിട്ടാണ്. നിങ്ങൾ ചെയ്ത ആ ശിവവിദ്യ വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങി എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അത് നിങ്ങൾ രാവിലെയും വൈകിട്ടും ചെയ്യുക, എന്നും ചെയ്യുക. ഇനി ഇതല്ലാതെ നിങ്ങൾക്കിപ്പോൾ ഓഫീസിൽ ഇരുന്നോ ഇടവേളകളിൽ ഇരുന്നോ എവിടെ ഇരുന്ന് വേണേലും ചെയ്യാം, എപ്പം വേണേലും ചെയ്യാം. ഈ വിദ്യയുടെ ഒരു രഹസ്യം, നിങ്ങൾ ചെയ്യുന്നത് ഇതാണെന്ന് വേറെ ഒരാൾക്കും അറിയാൻ പറ്റത്തില്ല. നിങ്ങൾ പറയാതെ ഒരാൾക്കും അറിയാൻ പറ്റത്തില്ല. ഇതാർക്കും ചെയ്യാം. നിങ്ങൾ ഈ മനസ്സിലാണ് ജപിക്കുന്നത്. നിങ്ങൾ ഇങ്ങനൊരു വിദ്യ ചെയ്യുന്ന കാര്യം നിങ്ങൾ പറയാതെ ഒരു വ്യക്തിക്കും ഇത് അറിയാൻ പറ്റത്തില്ല. സീക്രട്ടായിട്ട് ചെയ്യാം. ഇതൊരു രഹസ്യവിദ്യയാണ്. ഇനിയും ഈ വിദ്യയുടെ രഹസ്യങ്ങളാണ് പറയുന്നത്. ഈ വിദ്യ ആര് ചെയ്യുന്നു? ഹൃദയത്തിൽ ആര് ശിവനെ ധ്യാനിക്കുന്നു, ആര് ഈ പ്രകാരം ഹൃദയത്തിൽ ശിവനെ ധ്യാനിക്കുന്നു, അവനിലേക്ക് ശിവന്റെ അനുഗ്രഹം വരും. ഒരു സംശയവും വേണ്ട. അതെന്തുകൊണ്ടാണ്? ഈ വിദ്യക്ക് എന്താണ് പ്രത്യേകത? അതുകൂടി മനസ്സിലാക്കണം. ആരെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ ഉടനെ അപ്പടിയാൻ കയറി അങ്ങ് വിശ്വസിക്കരുത്. അതിന് പുറയിലുള്ള കാര്യകാരണം മനസ്സിലാക്കണം. ഞാനെന്നല്ല ആര് പറഞ്ഞാലും. എന്തുകൊണ്ടാണ് ഈ വിദ്യയുടെ പ്രത്യേകത? ഈ വിദ്യ ചെയ്താൽ ശിവന്റെ അനുഗ്രഹം നിങ്ങളിലേക്ക് വരും. അതെന്തുകൊണ്ടാണ്? ഹൃദയത്തിൽ ശിവലിംഗം ധ്യാനിച്ചു കഴിഞ്ഞ് ആ ഹൃദയത്തിൽ നമ്മൾ ശിവനെ ധ്യാനിക്കുകയാണ്. ഹൃദയത്തിൽ നമ്മൾ ചിന്തിക്കുന്നതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് തന്നെയാണ്, നമ്മളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് തന്നെയാണ്. ഒന്ന്. രണ്ടാമത്, ഹൃദയത്തിൽ ഒരു ശിവലിംഗമാണ് ധ്യാനിക്കുന്നത്. ആ ശിവലിംഗത്തിന് ചുറ്റും മനസ്സുകൊണ്ട് സങ്കല്പിക്കുകയാണ്. മനസ്സുകൊണ്ട് കറങ്ങുന്നതായിട്ട് ശിവലിംഗത്തിന് ചുറ്റും മനസ്സുകൊണ്ട് സങ്കല്പിച്ചാൽ മതി, മന്ത്രം ചൊല്ലി. മനസ്സിലായില്ലേ? ഇപ്പം ഇതൊരു ശിവലിംഗമാണെന്ന് വിചാരിക്കുക. ഇതിന് ചുറ്റും മനസ്സുകൊണ്ട് ഇങ്ങനെ കറങ്ങുന്നതായിട്ട് സങ്കല്പിക്കുക. പറഞ്ഞ മനസ്സിലായോ? ക്ലീം നമ ശിവായ, ക്ലീം നമ ശിവായ, ക്ലീം നമ ശിവായ. അപ്പോൾ ഇങ്ങനെ ഒരു കേന്ദ്രത്തിന് ചുറ്റും, ഒരു ചലിക്കാത്ത ഒരു കേന്ദ്രത്തിന് ചുറ്റും, അല്ലെങ്കിൽ ഒരു ചലിക്കാത്ത ഒരു കാര്യത്തിന് ചുറ്റും ഒരു ചെറിയ ചലനം ഇങ്ങനെ അനുഭവപ്പെടുമ്പോൾ അവിടെ ഒരു എനർജി ഫീൽഡ് ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ്. പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ? ചലിക്കാത്ത ഒരു കാര്യത്തിന് ചുറ്റും ഒരു ചലനമുണ്ടാകുമ്പോൾ അവിടെ ഒരു എനർജി ഫീൽഡ് ഉണ്ടാകും, അവിടെ ഒരു വൈബ്രേഷൻ ഉണ്ടാകും. അത് തന്നെയാണ് ആ ശിവൻ്റെ ശക്തി നിങ്ങളിലേക്ക് വരും എന്നതിൻ്റെ രഹസ്യവും. അതായത് പല രഹസ്യ യോഗവിദ്യകളിലും ഈ ഒരു വിദ്യയാണ് പ്രയോജനപ്പെടുത്തുന്നത്. ഒരു കേന്ദ്രത്തിന്, നിശ്ചലമായ ഒരു കേന്ദ്രത്തിന് ചുറ്റും ശിവലിംഗം അവിടെ നിശ്ചലമായിട്ട് നിൽക്കുകയാണ്. നമ്മുടെ ഹൃദയത്തിൽ ധ്യാനിക്കുമ്പോൾ ആ ശിവലിംഗത്തിന് ചുറ്റും മനസ്സുകൊണ്ട് നിങ്ങൾ ആ മന്ത്രം ചൊല്ലിക്കൊണ്ട് മനസ്സുകൊണ്ട് കറങ്ങുമ്പോൾ, ആ നിശ്ചലമായ ശിവലിംഗത്തിന് ചുറ്റും മനസ്സുകൊണ്ട് കറങ്ങുമ്പോൾ ആ നിശ്ചലതയ്ക്ക് ചുറ്റും ഒരു ചലനം ഉണ്ടാകുകയാണ്. അവിടെ ഒരു എനർജി, ഒരു വൈബ്രേഷൻ, ഒരു അനുഭവം ഉണ്ടാകുകയാണ്. അതൊരു രഹസ്യവിദ്യയാണ്. പല രഹസ്യ യോഗകളിലും നിശ്ചലമായ ഒരു കേന്ദ്രത്തിന് ചുറ്റും ചുഴറ്റുകയാണ്, കറക്കുകയാണ് മനസ്സുകൊണ്ട്. അങ്ങനെയാണ് ആ എനർജി ഫീൽഡിനെ ആക്ടിവേറ്റ് ആക്കുന്നത്. ഇത് പല രഹസ്യ യോഗകളിലും ഋഷീശ്വരന്മാർ, മഹർഷിമാർ ചെയ്ത പല യോഗവിദ്യകളിലും ഇങ്ങനെ ഒരു വിദ്യ പ്രയോഗിക്കുന്നുണ്ട്. ഞാനിതിങ്ങനെ സിമ്പിളായിട്ട് നിങ്ങളോട് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്കതിൻ്റെ വില എത്രമാത്രം മനസ്സിലാകുമോ എന്നെനിക്കറിയില്ല. ഒരു 10-25 കൊല്ലം ഒരു ഗുരുവിൻ്റെ കീഴിൽ നടന്ന് ഇത് ചിലർക്ക് കിട്ടാം, ചിലർക്ക് കിട്ടാതിരിക്കാം. അങ്ങനെ അത്രയും കഷ്ടപ്പെട്ട് നേടുമ്പോഴേ അതിൻ്റെ വില മനസ്സിലാക്കത്തുള്ളൂ. സിമ്പിളായിട്ട് ഇത് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്കത് എത്രമാത്രം മനസ്സിലാകും എന്നെനിക്കറിയില്ല. എന്തായാലും ഞാനിതൊക്കെ പറയുന്നത് എനിക്ക് സ്വപ്നദർശനത്തിൽ ശിവഭഗവാന്റെ അരുളപ്പാട് ഉണ്ടായതുകൊണ്ടാണ്. ശിവവിദ്യ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം, അതുകൊണ്ട് പറയുന്നതാണ്. അത് പൂർണ്ണ സന്തോഷത്തോടെ, പൂർണ്ണ സംതൃപ്തിയോടെയാണ്. അത് കേൾക്കാൻ ആളുണ്ട് എന്നാണ് ഭഗവാൻ എനിക്ക് സ്വപ്നദർശനത്തിൽ നൽകിയ അരുളപ്പാട്. അതുകൊണ്ടാണ് എനിക്കറിയാം ഇത് കേൾക്കാൻ ആളുണ്ട്, ചെയ്യുന്നവരുണ്ട്, അതാണ് ഈ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ രഹസ്യം, ഈ ശിവവിദ്യയുടെ രഹസ്യം. അപ്പോൾ അങ്ങനെ ഒരു 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 ശിവൻ്റെ അനുഗ്രഹം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരികയാണ്. ഈ ശിവവിദ്യയ്ക്ക് എതിരില്ല.
ഇത് അൾട്ടിമേറ്റായിട്ടുള്ള സെനിത്തായിട്ടുള്ള ഒരു വിദ്യയാണ്. ഈ വിദ്യ ചെയ്യുന്നവർക്ക് സർവ്വവശ്യമാണ്. ഭഗവാൻ എന്ത് ആഗ്രഹവും സാധിച്ചു കൊടുക്കും. മാത്രമല്ല എവിടെ ഇരുന്നുകൊണ്ട് ചെയ്യാം, എപ്പം വേണേലും ചെയ്യാം. രാവിലെയും വൈകിട്ടും ചെയ്യുന്ന നല്ലത് തന്നെ. അല്ലാത്ത സമയം എപ്പം വേണേലും നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ചെയ്യാം. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ നിങ്ങളിതാ ചെയ്യുന്നത്. വേറെ ആർക്കും നിങ്ങൾ പറയാതെ അറിയാൻ പറ്റത്തില്ല. കാരണം മനസ്സിലാണ് ജപിക്കുന്നത്. ബാക്കി മുഴുവൻ രഹസ്യമാണ്, ധ്യാനമല്ല. അപ്പോൾ ഇത് ജപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ജപിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ അനുഭവങ്ങൾ ഉണ്ടാകാൻ തുടങ്ങും. സർവവശ്യമാണ്, ധനവശ്യമാണ്. ഇപ്പോൾ ഭർത്താവ് ചെയ്യുന്നെങ്കിൽ ആ കുടുംബത്തിൽ ഭാര്യയുമായിട്ടൊരു ഐക്യമുണ്ടാകും. ഭാര്യ ചെയ്യുന്നെങ്കിൽ ഭർത്താവുമായിട്ട് ഐക്യമുണ്ടാകും. അച്ഛനും മക്കളുമായിട്ട് നല്ല ഒരു സ്നേഹബന്ധം, ഒരു ഐക്യം. മക്കൾക്ക് അച്ഛനുമായിട്ടും നല്ല രീതിയിലുള്ള ഒരു വഴക്കോ പിണക്കങ്ങളൊന്നും ഇല്ലാതെ നല്ലൊരു ഐക്യം. നിങ്ങൾ കാണുന്നത്, നിങ്ങൾ കേൾക്കുന്നിടത്തെല്ലാം ആ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായി വരും. അതുപോലെ ധനം സർവവശ്യമായി നിങ്ങളിലേക്ക് ആകർഷിക്കും. നിങ്ങളുടെ സർപ്പദോഷങ്ങൾ, ശിവഭഗവാൻ കഴിഞ്ഞാൽ അവിടെ അപ്പുറം ഒന്നുമില്ല. എല്ലാത്തിൻ്റെ അന്തിമമാക്കാണ് ശിവൻ. സർപ്പദോഷങ്ങൾ മാറും. അതുപോലെ നിങ്ങളുടെ ശാപദോഷങ്ങൾ മാറും. നിങ്ങളുടെ ദൃഷ്ടിദോഷങ്ങൾ മാറും. നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഭഗവാൻ നൽകും. കാരണം എന്തുവാ? ഇനിയാ പറയാൻ പോകുന്ന ഏറ്റവും വലിയ രഹസ്യം. നിങ്ങൾ അറിയുന്നത് നിങ്ങളുടെ ഉള്ളിലെ ശിവനെയാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ രഹസ്യം. നിങ്ങൾ അറിയുന്നത് വെളിയിലുള്ള ശിവനെ അല്ല, നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങളുടെ ഹൃദയത്തിൽ ഉള്ള ശിവനെ അറിയുന്നത്. അതാണ് ഏറ്റവും വലിയ വിദ്യ. ഉള്ളിലുള്ള ഈശ്വരനെ, ഉള്ളിലുള്ള ഈശ്വരബോധത്തെ അറിയുക, അതിൽ ലയിച്ചിരിക്കുക. അതാണ് ഏറ്റവും വലിയ വിദ്യ. ഉള്ളിലുള്ള ശക്തിയെ സ്വയം അറിയുന്നവൻ സമ്പൂർണനാകുന്നു. അതാണ് അറിയേണ്ടതും. നമ്മളെ ദ്വൈതത്തിൽ നമ്മൾ വരേണ്ടത് അദ്വൈതത്തിലേക്കാണ്. ആദ്യം നമ്മൾ രണ്ടായിട്ട് കാണണം, വെളിയിൽ കാണണം, പിന്നെ ഉള്ളിൽ കാണണം. അത് അവസാനം വേണ്ടത് ഉള്ളിൽ ഈശ്വരനെ അറിയുക തന്നെയാണ്. അതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള വിദ്യ. മഹർഷീശ്വരന്മാർ, ശിവസിദ്ധ യോഗിമാർ എല്ലാം ചെയ്തത് ഉള്ളിൽ ഈശ്വരനെ അറിയുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ വർഷങ്ങളോളം വിദ്യകൾ ചെയ്ത് ഈശ്വരനായി തന്നെ തീർന്നതും. ഉള്ളിൽ ഈശ്വരനെ അറിയുന്നതുകൊണ്ടാണ്. അപ്പോഴാണ് മാറ്റമുണ്ടാകുന്നത്. നമ്മുടെ ഉള്ളിൽ എന്ത് നമ്മൾ അറിയുന്നവോ, നമ്മുടെ ഉള്ളിൽ എന്ത് മാറ്റങ്ങൾ ഉണ്ടാകുന്നവോ, അപ്പോഴാണ് ശരിക്കും നമ്മളിൽ മാറ്റമുണ്ടാകുന്നത്. വെളിയിൽ ഉള്ളതിനേക്കാൾ, വെളിയിൽ കാണുന്നതിനേക്കാൾ ഉള്ളിൽ മാറ്റമുണ്ടാകുമ്പോഴാണ് ശരിക്കും നമ്മൾ മാറുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഏറ്റവും ശ്രേഷ്ഠമായ വിദ്യകളിൽ ഒന്നാണെന്ന് ഞാൻ പറയാൻ കാര്യം. ഏറ്റവും സൂക്ഷ്മമായ വിദ്യയുമാണ്. കാരണം ഊർജത്തെയാണ് ശിവഭഗവാന്റെ ആ ലിംഗത്തിന് ചുറ്റും മനസ്സുകൊണ്ട് കറങ്ങുമ്പോൾ അവിടെ ഒരു ഊർജം എന്ന് പറഞ്ഞാൽ ഇത് അൾട്ടിമേറ്റായിട്ടുള്ള ഒരു പവറാണ്. ആ ഒരു വിദ്യയാണ് ഈ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരു ഏറ്റവും നല്ല കാര്യമാണ്. നല്ലത് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഏതൊരാൾക്കും ചെയ്യാം. 1/2 മിനിറ്റ് ചെയ്താൽ മതി. അര മിനിറ്റ് മന്ത്രം ചൊല്ലുക, 1/2 മിനിറ്റ് ധ്യാനിച്ചിരിക്കുക, ഫലമുണ്ടാകും. ഇത് വിശ്വാസത്തോടെ ഭക്തിയോടെ ചെയ്താൽ അത് ഭഗവാന്റെ പൂർണ്ണ അനുഗ്രഹം ഉണ്ടാകും. അപ്പോൾ ഈ സനാതനമായ, ഭാരതീയമായ ഋഷീശ്വരന്മാരിൽ വരുന്ന ഈ സനാതനം എന്ന് വെച്ചാൽ എന്നും നിലനിൽക്കുന്ന എന്നാണ് അർത്ഥം കേട്ടോ. സനാതനം, കാരണം അത് എന്നും നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ഈശ്വരീയമായ കാര്യങ്ങളായതുകൊണ്ടാണ് എന്നും നിലനിൽക്കുന്നത്. സനാതനമായ വിദ്യകൾ എന്നും അത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അത് എന്തുകൊണ്ടാണെന്നറിയുമോ? അത് സത്യമുള്ളത് കൊണ്ടാണ്. അത് ഈശ്വരീയമായ വിദ്യകളായതുകൊണ്ടാണ്. അത് നന്മയുടെ പാതയായതുകൊണ്ടാണ്. അപ്പം ഈ ഭാരതം ലോകത്തെ പഠിപ്പിക്കുന്നത് നിൻ്റെ ഉള്ളിലുള്ള ഈശ്വരനെ അറിയാനാണ്. അതാണ് ഏറ്റവും വലിയ ബോധവും, അതാണ് ഏറ്റവും വലിയ അറിവും, അതാണ് ഏറ്റവും വലിയ ജ്ഞാനവും, അതാണ് ഏറ്റവും വലിയ അനുഭവവും. നിൻ്റെ ഉള്ളിലുള്ള ഈശ്വരനെ കണ്ടെത്തുമ്പോഴാണ് നിൻ്റെ ഉള്ളിലുള്ള അവനവൻ്റെ ഉള്ളിലുള്ള ശിവനെ അറിയുന്ന വിദ്യയാണ് ഞാൻ പറഞ്ഞു തന്നത്. ശിവൻ ഇരിക്കുന്ന എവിടോ അത് കൈലാസം. നിങ്ങളുടെ ഹൃദയത്തിൽ ശിവനെ കാണുകയാണെങ്കിൽ അത് കൈലാസം തന്നെ. നിങ്ങളുടെ ഉള്ളിലാണ് ഏറ്റവും പവിത്രമായ ആ ശുദ്ധബോധം കുടികൊള്ളുന്നത്. നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ്. ആ നിങ്ങളെ വെളിയിലെങ്ങും കണ്ടെത്താൻ പറ്റത്തില്ല. നിങ്ങളുടെ ഉള്ളിലെ, ഓരോരുത്തരുടെ ഉള്ളിലെ ശിവനെ അറിയുന്ന വിദ്യ ഞാൻ പറഞ്ഞു തന്നു. അല്ലാതെ പുറത്തുള്ള ശിവൻ വെളിയിലല്ല, നിങ്ങളുടെ ഉള്ളിലുള്ള ഈശ്വരനെ അറിയാനുള്ള വിദ്യ പറഞ്ഞു തന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത് അൾട്ടിമേറ്റായിട്ടുള്ള വിദ്യയാണ്, ഇത് സെനിത്തായിട്ടുള്ള വിദ്യയാണെന്ന് പറയുന്നത്. ഇതിനപ്പുറവുമില്ല ഇപ്പുറവുമില്ല. ഇതറിയുന്നവൻ, ഇത് ചെയ്യുന്നവൻ പൂർണ്ണമായിട്ടും ശിവനിലായിത്തീരുന്നു. ശിവാനുഗ്രഹം ഉണ്ടാകുന്നു, സമ്പൂർണ്ണനാകുന്നു, അവൻ്റെ ജീവിതം ധന്യമാകുന്നു, അവൻ്റെ ജീവിതത്തിൽ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകുന്നു, അവൻ്റെ ജീവിതത്തിൽ എല്ലാ നന്മകളും ഉണ്ടാകുന്നു.
അവൻ്റെ എല്ലാ കർമ്മദോഷങ്ങളും മാറുന്നു, അവൻ്റെ ജന്മാന്തരങ്ങളായിട്ടുള്ള പാപങ്ങൾ തീരുന്നു, അവൻ്റെ ആത്മാവ് ശുദ്ധീകരിക്കപ്പെടുന്നു, ജീവിത അന്ത്യത്തിൽ ആ ഈശ്വര സാക്ഷാത്കാരം ഉണ്ടാകുന്നു. ജീവിച്ചിരിക്കുമ്പോൾ അവനിലേക്ക് എല്ലാ സമൃദ്ധിയും ഐശ്വര്യവും എല്ലാം അവനിലേക്ക് വന്നു ചേരുന്നു. ഏറ്റവും രഹസ്യമായ, ഏറ്റവും ശക്തിയുള്ള നിങ്ങളുടെ ഉള്ളിലെ ശിവനെ അറിയുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇതിനപ്പുറവുമില്ല ഇപ്പുറവുമില്ല. ഇത് അൾട്ടിമേറ്റാണ്. ഇത് ഏറ്റവും പവർഫുള്ളാണ്. ഇത് തന്നെയാണ് ശിവൻ. ഓരോരുത്തരുടെ ഉള്ളിലും ഉള്ള ആ ശുദ്ധബോധം, ആ ശിവബോധം, അത് തന്നെയാണ് ഈ പ്രപഞ്ചത്തിലുള്ളത്. നിങ്ങളുടെ ഉള്ളിൽ കണ്ടെത്തിയാൽ മാത്രമേ നിങ്ങൾക്കത് പ്രപഞ്ചത്തിലും അനുഭവിക്കാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ഉള്ളിലാണ് ആദ്യം കണ്ടെത്തേണ്ടത്. നമ്മുടെ ഉള്ളിൽ അറിയുമ്പോഴാണ് അത് പരിപൂർണതയാകുന്നത്. അങ്ങനെ അറിഞ്ഞവരെല്ലാം, അങ്ങനെ അറിഞ്ഞാൽ ചോദ്യവുമില്ല, ഉത്തരവുമില്ല. അതൊരു അനുഭവമാണ്. അനുഭവം ഉണ്ടാകുന്നവർക്ക് പിന്നെ സംശയമില്ല. ചോദ്യവും ഉത്തരവില്ലാത്ത മനസ്സിനൊരവസ്ഥയുണ്ട്. ആ അവസ്ഥയാണ് പരിപൂർണമായ ഉള്ളിൽ ലയിക്കുന്ന അവസ്ഥ. ആ ഒരു ഈശ്വരബോധത്തിലേക്ക് വരും എന്ന് കരുതി നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ലൗകിക ജീവിതത്തിൽ നിങ്ങൾക്ക് ജോലിക്കയറ്റം, ഉയർച്ച, വശ്യം, ധനം, സമ്പത്ത്, ഏത് തൊഴിൽ ചെയ്യുന്നവർക്ക് അവരുടെ തൊഴിലിൽ ഉയർച്ച ഉണ്ടാകും. കാരണം എന്നാണെന്നറിയോ? നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മളുടെ മനസ്സിനെ കേന്ദ്രീകരിക്കാൻ സാധിച്ചാൽ നമുക്ക് അപാരമായ ശ്രദ്ധ, അപാരമായ കോൺസെൻട്രേഷൻ, അതുപോലെ തന്നെ വശ്യശക്തി, അതുപോലെ തന്നെ ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയിക്കാനുള്ള കഴിവ്, ഏതും ഗ്രഹിക്കാനുള്ള ശക്തി, ഇതൊക്കെ സ്വയം കുറേ എബിലിറ്റീസ് ഉണ്ടായി വരും, കുറേ കഴിവുകൾ ഉണ്ടായി വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏത് മേഖലയിൽ തൊഴിൽ ചെയ്യുന്ന ആളാണെങ്കിലും, ഒരു അഡ്വക്കേറ്റ് ആയിക്കോട്ടെ, ഒരു എഞ്ചിനീയർ ആയിക്കോട്ടെ, ഒരു ഡോക്ടർ ആയിക്കോട്ടെ, ഒരു സിനിമാ നടനായിക്കോട്ടെ, ഒരു രാഷ്ട്രീയക്കാരനായിക്കോട്ടെ, ഒരു സാധാരണ ലേബർ ആയിക്കോട്ടെ, ഒരു കടയിൽ നിൽക്കുന്ന ആളായിക്കോട്ടെ, ഒരു അക്കൗണ്ടൻ്റ് ആയിക്കോട്ടെ, ഒരു ക്ലർക്ക് ആയിക്കോട്ടെ എന്ന് വേണ്ട, ഏത് ബിസിനസ്സുകാരനായിക്കോട്ടെ, ഏത് മേഖലയിൽ ജോലി ചെയ്യുന്ന ആളാണെങ്കിലും നിങ്ങൾ അന്നു മുതൽ നിങ്ങളുടെ കൂടുതൽ കഴിവുകൾ പ്രകടിപ്പിക്കാൻ തുടങ്ങും. നിങ്ങളെ 4 പേർ അറിയാൻ തുടങ്ങും. നിങ്ങൾ വളർച്ചയുണ്ടാകും, സാമ്പത്തികമായിട്ട് ഉയരും, നിങ്ങൾ മാനസികമായിട്ട് ഉയരും, നിങ്ങളുടെ മാനസികമായ എബിലിറ്റി കൂടും. നിങ്ങൾ പ്രശ്നങ്ങൾ ഏതാണെങ്കിലും അതിനെ രമ്യമായി പരിഹരിക്കാനുള്ള എബിലിറ്റി നിങ്ങൾക്ക് സ്വയം ഉണ്ടാകും. അവസരങ്ങളെ കണ്ടെത്താനുള്ള ഷാർപ്പ്നെസ് ആയിട്ടുള്ള ബുദ്ധി നിങ്ങൾക്കുണ്ടാകും. ബുദ്ധി സൂക്ഷ്മമാകും. ശരിയും തെറ്റും തിരിച്ചറിയാൻ പറ്റും. നിങ്ങളെ മറ്റൊരാൾക്ക് കബളിപ്പിക്കാൻ പറ്റത്തില്ല, കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്നാണെന്നറിയോ? പലരെയും ഭരിക്കുന്നത് മറ്റു പലരുമാണ്. സ്വയമായിട്ട് അവർക്കൊരു തീരുമാനമെടുക്കാൻ സാധിക്കുന്നില്ല. ഈ വിദ്യ ചെയ്താൽ സ്വയം തീരുമാനമെടുക്കാൻ പറ്റും. ഏത് ശരി ഏത് തെറ്റെന്ന് സ്വയം അറിയാൻ പറ്റും എന്നുള്ളതാണ്. ഇന്ന് പലരും അവരുടെ സന്തോഷം വെളിയിൽ കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. അതായത് ഒരു പാട്ട് പാടുമ്പോൾ സന്തോഷമുണ്ടാകുന്നു, ഒരു പാട്ട് കേൾക്കുമ്പോൾ സന്തോഷമുണ്ടാകുന്നു, ഒരു ഡാൻസ് ചെയ്യുമ്പോൾ സന്തോഷമുണ്ടാകുന്നു, ഒരു യാത്ര പോകുമ്പോൾ സന്തോഷമുണ്ടാകുന്നു. സന്തോഷത്തിന് വേണ്ടി എന്നും ആഘോഷങ്ങൾ സൃഷ്ടിക്കുന്നു. ഇങ്ങനെ ഉണ്ടാകുന്ന സന്തോഷങ്ങളൊക്കെ ഒരു മണിക്കൂർ അല്ലെ 10 മിനിറ്റ് അല്ലെ മണിക്കൂറുകൾ മാത്രമേ നിലനിൽക്കത്തുള്ളൂ. അത് കഴിയുമ്പോൾ ആ സന്തോഷത്തിൻ്റെ കാര്യം തീർന്നു. പിന്നെ അടുത്ത സന്തോഷം ഉണ്ടാക്കാനുള്ള പരിപാടികൾ സംഘടിപ്പിക്കാൻ നടക്കുകയാണ്. ഇങ്ങനെ മനുഷ്യൻ ഓടി നടക്കുകയാണ്. പക്ഷെ ഉള്ളിൽ ഈശ്വരനെ കണ്ടെത്തുന്നവൻ, ഉള്ളിൽ ആ ഈശ്വരനെ അനുഭവിക്കുന്നവനെ, അവൻ്റെ ഉള്ളിൽ സന്തോഷം ഉണ്ടായാൽ ആ സന്തോഷം ഒരിക്കലും തീരുന്നതല്ല, ആ സന്തോഷം ഒരിക്കലും അവസാനിക്കുന്നതല്ല, ആ സന്തോഷം എന്നും നിലനിൽക്കുന്നതാണ്. ആ ശിവബോധത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു തന്നത്. അത് സനാതനമാണ്, അത് സത്യമാണ്, അത് എന്നും നിലനിൽക്കുന്നതാണ്, അത് ശാശ്വതമാണ്, അത് അനശ്വരമാണ്, അത് ശിവനാണ്, അത് സത്യമാണ്, ശുദ്ധബോധമാണ്. അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു തന്നത്. ഇത് അറിയുന്നവരെല്ലാം ഭാഗ്യവാന്മാർ, ചെയ്യുന്നവർ അതിലും ഭാഗ്യവാന്മാർ. എല്ലാത്തിനും ഭഗവാന് നന്ദി. ന പുണ്യം ന പാപം ന സൗഖ്യം ന ദുഃഖം ന മന്ത്രം ന തീർത്ഥം ന വേദം ന യജ്ഞം ന കർമ്മം ന അകർമ്മം ന ജന്മം ന മൃത്യും ന മോക്ഷം അഹം ഭോജനം നൈവ ഭോജ്യം ന ഭോക്തു ചിദാനന്ദരൂപം ശിവോഹം ശിവോഹം ചിദാനന്ദരൂപം ശിവോഹം ശിവോഹം. എല്ലാ അവധൂതന്മാരും അവരുടെ തലത്തിൽ പരിപൂർണരാണ്. ശിവോഹം.